ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗ്രോ ബാഗിൽ വളരുന്ന ചെടികൾ മണ്ണിലേക്ക് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത് ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഈ ബറാബ ഒരു ഫ്രൂട്ടായി പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളിത് വാങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് കഴിച്ചു നോക്കി അതിൻ്റെ ഗുണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെടി വാങ്ങി നടുക. പക്ഷേ ഇത് ഗാർഡനിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഒരു അലങ്കാര ചെടിയായിട്ട് നമുക്കതിന് ഒരു സ്ഥാനം കൊടുക്കാം. ലാറ്റിൻ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിൽ കാണുന്ന ചെടികൾ ചിലതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നൊരു പേരൂട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ നമ്മളാദ്യം എന്ത് പഴച്ചെടി വാങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ പഴം കഴിച്ച് നോക്കുക. അതിനുശേഷം വിശ്വസിക്കാൻ പറ്റിയ നഴ്സറികളിൽ നിന്ന് വാങ്ങുക. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല മധുരം തന്നെയാണ്. ആ കൂട്ടത്തിലൊരു പുളിയും ഉണ്ടാവും. അതിന് കഴിക്കാൻ അധികം അതിൻ്റെ പൾപ്പ് കുറച്ച് കുറവായിരിക്കും. ആകെ കൂടെ ഒരു കോട്ടീൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു വലിയ കുരുവുണ്ട് ഉള്ളിൽ. പക്ഷേ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് ഒരു പുളിയും മധുരവും കൂടി ആയൊരു ടേസ്റ്റാണ്. ഗാർഡനിൽ സൗകര്യമുള്ളവർക്ക് ഒരു ചെടി വാങ്ങി വെക്കാം. പിന്നെ ഇതിൻ്റെ പഴമായി കഴിഞ്ഞാൽ പലതരം പക്ഷികൾ വന്നിട്ട് ഇതിൻ്റെ പഴങ്ങൾ കഴിക്കും. അവർക്കും കിടക്കട്ടെ ഒരു ചെടി. ചെറിയ പക്ഷികളൊക്കെ ഗാർഡനിൽ വരുന്നത് നല്ലതാണ്. മറ്റുള്ള പുഴുക്കള ശല്യമൊക്കെ കുറേ ഒഴിവായി കിട്ടും. അപ്പോൾ ഗ്രോ ബാഗിൽ നിന്ന് മണ്ണിലേക്ക് ചെടി നടുന്ന ആ ഒരു രീതി ഈ ബറാബ ചെടി നട്ടുകൊണ്ട് നോക്കാം. ഏത് ചെടിയായാലും ഇതേ രീതിയിൽ തന്നെ വെച്ചാൽ മതി. ആദ്യം 2 അടി സമചതുരത്തിൽ 2 അടി ആഴത്തിലൊരു കുഴിയെടുക്കുക. പിന്നെ ഒരു 2 പിടി ഡോളോമൈറ്റ് എടുത്തിട്ട് അതിനകത്ത് വിതറി കൊടുക്കുക. എന്നിട്ട് ഒരു 2 ദിവസം നനച്ചു കൊടുക്കുക. പിന്നെ അടിഭാഗത്തായിട്ട് കുറച്ച് ഉണക്കച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതൊരു ജൈവികമായ സാന്നിധ്യം ഇപ്പോൾ ഉണ്ടാവും. ഈ ഡോളോമൈറ്റ് ഇട്ടുകൊണ്ട് ഈ ചപ്പ് കൊണ്ട് ഫംഗസ് ഒന്നും വരില്ല. പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചാരം ഇട്ടതിന് ശേഷം കുറച്ച് ചാണകം. അധികം ഇടേണ്ട ആവശ്യമില്ല. വേറെ വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ചാരം കുറച്ച്, ചാണകം കുറച്ച്, പിന്നെ സീമക്കൊന്നിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് മുറിച്ചിട്ട് കൊടുക്കുക. അല്ലാണ്ട് എല്ലുപൊടി അങ്ങനെയുള്ള വേപ്പിൻ പിണ്ണാക്കും മറ്റേ കടലപ്പിണ്ണാക്കൊന്നും ഈ സമയത്ത് ഇടണ്ട. ഇപ്പോൾ ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളെടുത്ത കുഴി ഏതാണ്ട് ഒരു 3/4 ഭാഗം നികന്നു കഴിഞ്ഞു. ഇനി ഗ്രോ ബാഗിൽ നിന്ന് ആ ചെടിയെ മെല്ലെ വേര് ക്ഷതമേൽക്കാത്ത തരത്തിൽ കട്ട് ചെയ്ത് മാറ്റി ആ കവറ് ഒഴിവാക്കി മെല്ലെ ഈ കുഴിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് മണ്ണും മാത്രം ഇട്ടിട്ട് അങ്ങ് നികത്തി കൊടുത്താൽ മതി. ഈ ബറാബ ചെടീൻ്റെ ഇലയൊക്കെ കാണാനൊരു നല്ല ഭംഗിയാണ്. നല്ല കട്ടിയുള്ള ഇലയാണ്, പച്ച കളറിൽ, കരിമ്പച്ച കളറിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ബായ്.